വയനാട്ടിൽ പുലിയും ചത്ത് പുല്ലുകുരുത്തപ്പോൾ MP വരുന്നത്രേ. പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കും. വയനാട് ജില്ലയിൽ രാധ എന്ന തോട്ടം തൊഴിലാളിയുടെ ജീവനെടുക്കുകയും ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ പുലിയെ കഴിഞ്ഞ ദിവസമാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. അത് ചത്തു, ഇനി എൻ്റെ ലൈഫിന് ഒരു തരത്തിലും പ്രശ്നമില്ലാന്നറിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് പയ്യെ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ജനപ്രതിനിധിയാണത്രേ. അതിനേക്കാൾ ബഹുഗമം സ്വന്തം മുത്തശ്ശി ഉണ്ടാക്കിയ കേന്ദ്ര വനനിയമം 1972. ആ വനനിയമം കാരണം ഇപ്പോഴും കേരളത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെ ചെറുക്കാൻ വേണ്ട ശക്തമായ നടപടികൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യം. ഒരുപക്ഷെ പുറത്തിറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും വെടിവെച്ച് കൊല്ലാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ മുത്തശ്ശി ഉണ്ടാക്കിയ നിയമങ്ങൾ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന സന്ദർഭത്തിൽ ആ പ്രശ്നങ്ങളൊന്ന് തണുത്തെന്നറിയുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വരികയാണ്. നേരത്തെ 5 വർഷം ഈ നാട്ടിൽ അതേ മുത്തശ്ശിയുടെ മറ്റൊരു ചെറുമകനായിരുന്നു MP ആയിരുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വനനിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉരിയാടിയിരുന്നോ? ഒന്നും ഉരിയാടിയില്ല. 5 വർഷം ജോളിയാക്കിയതിന് ശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പാരമ്പര്യം വെച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ കുടുംബ സ്വത്തായി മാറും. അങ്ങനെ ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച രാഹുൽ ഗാന്ധി അദ്ദേഹം നേരെ UP-യിലേക്ക് ചേക്കേറിയപ്പോൾ വയനാട് കുടുംബ സ്വത്തെന്നുള്ള നിലയ്ക്ക് അളിയന് സ്ത്രീധനം കൊടുത്തു. അങ്ങനെ റോബർട്ട് വദ്ര അളിയന് കൊടുത്ത സ്ത്രീധന സീറ്റിലേക്ക് എങ്ങനെയാണ് അനിയത്തിക്ക് ഫുൾ ടൈം നിൽക്കാൻ പറ്റുക? അവിടെ ജനങ്ങളെ പുലി ഇറങ്ങി ശല്യപ്പെടുത്തിയാലോ ആന ഇറങ്ങി ശല്യപ്പെടുത്തിയാലോ ഫോണിലൂടെ വിളിച്ച് എന്തുണ്ട് അവിടെ വിശേഷം എന്ന് ചോദിച്ച് പുലിയൊക്കെ പോയോ എന്ന് ചോദിക്കാൻ ഒരു ജനപ്രതിനിധി. അതാണല്ലോ പ്രിയങ്ക ഗാന്ധി. അല്ലാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തയച്ചാൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഗുണവും ഉണ്ടാകാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാത്ത നമ്മുടെ നാട്ടിലെ പ്രത്യേക രാഷ്ട്രീയ മര്യാദ. ഈ രാഷ്ട്രീയ മര്യാദ എല്ലാവരോടും കാണിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ ഭയചകിതരായി നിൽക്കുമ്പോൾ ആ ഭയത്തെ കൂടുതൽ ആളിക്കത്തിപ്പിക്കാൻ വേണ്ടി ഇതേ MP-യുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കുറേ കള്ളമായിട്ട് മലയോര മേഖലകളിൽ കൂടി സഞ്ചരിക്കുന്നതും MP അറിഞ്ഞു കാണും. അയാളെങ്കിലും വിളിച്ചിട്ട് ഇത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ്, നമ്മൾ വെറുതെ മലയോര സമരമൊക്കെ നടത്തി നമ്മളെ തന്നെ നാട്ടുകാരെ മുന്നിൽ തുറന്നു കാട്ടിക്കുന്ന പരിപാടി നിർത്തണമെന്ന് പറയാനുള്ള ആർജവമെങ്കിലും കാട്ടണം. കാര്യം ഈ നാട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ ആ കുടുംബത്തിനെ കണ്ടു എന്ന് കരുതിക്കൊണ്ട് ഒരു ഗുണവുമില്ല. MP ആയി സ്ഥാനമേറ്റതിന് ശേഷം അവർ പാർലമെന്റിലെ ആദ്യ സെഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല. കാര്യം ഈ വന്യജീവി ഇറങ്ങിത്തുടങ്ങിയത് മെനങ്ങാന്നല്ലല്ലോ. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ മലയോര മേഖലകളിൽ വന്യജീവികൾ നിരന്തരം നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യവും മനുഷ്യരെ ആക്രമിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അത് തടയിടാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേരളത്തിലെ 19 MP-മാർ. അവരാണ് ഭൂരിപക്ഷം. അവർക്ക് ഡൽഹി പോയ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചായയും കടിയും കഴിക്കാൻ മാത്രമേ സമയമുള്ളൂ. ഈ നാടിന് വേണ്ടി വാ തുറക്കാൻ സമയമില്ല. ആ 19 പേരിൽ ഉൾപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ഒരു അപകടമുണ്ടായതിനു ശേഷം 4 ദിവസം കഴിഞ്ഞ് അവിടെ വരിക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. ഇവിടെ ഇല്ല, ഡൽഹിയിലാണ്. ഉടനടി സ്വന്തം മണ്ഡലത്തിൽ ഒരു സംഭവം അറിയുമ്പോൾ ജനങ്ങൾ ഭീതിയിലാണെന്നറിയുമ്പോൾ പറന്നിറങ്ങുന്നതല്ലേ അവരോടുള്ള ഉത്തരവാദിത്വവും കടപ്പാടും. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് ശാന്തമായപ്പോൾ നൈസിന് വന്ന് അവരെ കണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തി പോയി കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നാട് അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.